നമസ്തേ, ലൈഫ് ലൈനിലേക്ക് സ്വാഗതം. ലൈഫ് ലൈൻ പരിപാടിയിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ആശ്രം മെഡിസിറ്റി മെഡിക്കൽ ഓൺകോളജി സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ അരുൺ ആർ വാര്യരാണ്. ഇന്ന് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത് സ്തനാർബുദത്തെക്കുറിച്ചാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, നമ്മൾ കണക്കുകൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടുതലായിട്ട് കാണാം. അതും പ്രത്യേകിച്ചും സ്തനാർബുദം ലോകത്ത് കാണപ്പെടുന്ന ക്യാൻസറുകളിൽ രണ്ടാമതായി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ പ്രാഥമികമായി നമുക്ക് തോന്നുന്ന ചില സംശയങ്ങൾ എന്തൊക്കെയാണ് സ്തനാർബുദത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടും കണക്കാക്കാവുന്നത്? സ്തനാർബുദം ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു ക്യാൻസറാണ്. ഇപ്പോൾ സ്ത്രീകളിൽ സ്തനാർബുദത്തിൻ്റെ അളവ് കൂടി വരുന്നുണ്ട്. മുമ്പെല്ലാം ഗർഭാശയകളത്തിലെ ക്യാൻസർ ആയിരുന്നു നമ്പർ 1. ഇപ്പോൾ അത് നമ്പർ 2യും ബ്രസ്റ്റ് ക്യാൻസർ കൂടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ബ്രസ്റ്റിൽ വരുന്ന എന്ത് ചേഞ്ചും സ്തനാർബുദത്തിൻ്റെ ലക്ഷണമാകാം. അപ്പോൾ സാധാരണയായി പറയുന്നത് മുഴകളാണ് വരുന്നത്. ഈ മുഴകൾ പ്രത്യേകിച്ചും മെനോപോസിലുള്ള ആൾക്കാർക്കാണെങ്കിൽ അതിൻ്റെ റിസ്ക് കൂടുതലാണ്. കാരണം പീരീഡ്സിൻ്റെ സമയത്ത് ബ്രസ്റ്റിൽ ചിലപ്പോൾ ചെറിയ തടിപ്പുകൾ ഇങ്ങനെ വന്നു പോയിരിക്കും ഹോർമോണിൻ്റെ ചേഞ്ച് കൊണ്ട്. അതൊന്നും നമ്മൾ ക്യാൻസറായിട്ട് നമ്മൾ കണക്ക് അല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പുതിയതായിട്ട് പ്രത്യേകിച്ച് പോസ്റ്റ് മെനോപോസിലെ ആൾക്കാർക്ക് മുഴകൾ വരുന്നു, അത് വലുതാകുന്നു. അങ്ങനെയാണെങ്കിൽ അത് ക്യാൻസർ ആണോ നമ്മൾ സംശയിക്കണം. അതുപോലെ ചിലപ്പോൾ ബ്രസ്റ്റിൽ ആ നിപ്പിളുള്ളിലേക്ക് വലിയുന്നതായിരിക്കാം, ചിലപ്പോൾ സ്കിന്നിൽ വരുന്ന ചേഞ്ചസ് ആയിരിക്കാം. ഇതെല്ലാം തന്നെ ലക്ഷണമായിട്ട് നമുക്ക് കാണാം. പെട്ടെന്ന് പറഞ്ഞാൽ ഈ മാലിഗ്നൻ്റ് ലംസും സാധാരണ ലംസും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമോ? ഈ ഡയഗ്നോസിന് പോകുന്നതിന് മുമ്പ്? അതെ, അത് ഇപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ പീരീഡ്സ് വരുന്ന സമയത്താണെങ്കിൽ അത് ചില സമയത്ത് ഈ പീരീഡ്സിന് ചില സമയങ്ങളിൽ അത് വരികയും പോവുകയും ചെയ്യും, പെയിൻ ഉണ്ടാകുക. അത് ആൾക്കാർ പൊതുവേ പറയും. അത് വരുന്നവർക്ക് ചെറുപ്പം മുതൽ അങ്ങനെ ഉണ്ടാവുക തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അല്ലാത്തവർക്കൊരു മുഴ വന്നാൽ നമ്മൾ സംശയിക്കണം. അതുപോലെ പെയിന് ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ ക്യാൻസർ അല്ല എന്ന് വിചാരിക്കരുത്. കാരണം ക്യാൻസർ ആണെങ്കിൽ തന്നെ പെയിൻ വരുന്നത് പലപ്പോഴും വളരെ അഡ്വാൻസ് സ്റ്റേജിലാണ് പെയിൻ കാണാറുള്ളൂ. അത് മസിലിലും നെർവിലും കയറി പിടിക്കുമ്പോഴാണ് പെയിൻ വരുന്നത്. അപ്പോൾ ഒരിക്കലും വേദന ഇല്ല എന്ന് വിചാരിച്ചിട്ട് അത് ക്യാൻസർ അല്ല എന്ന് വിചാരിക്കുന്നത് ഒരു തെറ്റിദ്ധാരണ. ഈ ഡയഗ്നോസിസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ എങ്ങനെയാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത്? എന്തൊക്കെ മാർഗങ്ങൾ? ഇപ്പോൾ ഒരുപാട് മെത്തേഡ്സ് ഉണ്ടല്ലോ, മമ്മോഗ്രാം അല്ലാതെയും എന്തൊക്കെ മെത്തേഡ്സ്? ഇപ്പോൾ നമ്പർ 1 നമ്മൾ പറയുന്നത് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനാണ്. കാരണം എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ചിലരുടെ ബ്രസ്റ്റ് ചെറിയൊരു തടിപ്പുകൾ ഉണ്ടാകുക, അത് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ അതിൽ ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ ഗൂഗിളിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ രീതികൾ അവർ പടങ്ങളടക്കം കൊടുത്തിട്ടുണ്ട് എങ്ങനെ ചെയ്യണം. ചില പ്രത്യേക രീതിയിൽ നിന്നിട്ട് കൈ അമർത്തി ചെയ്യണം. അപ്പോൾ അതെല്ലാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് ഒരു മേ ബി ഒരു 20-25 വയസ്സ് കഴിയുമ്പോൾ കൃത്യമായി നോക്കണം. അപ്പോൾ സെൽഫ് എക്സാമിനേഷനാണ് നമ്പർ 1. പിന്നെ ഇതിലെന്തെങ്കിലും ഡൗട്ട് വന്നാൽ നമ്മൾ ഡോക്ടറെ കാണുന്നതിൽ തെറ്റില്ല. അപ്പോൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ എന്ന് പറയും. അപ്പോൾ ഒരു ഡോക്ടറെ കണ്ട് ഒരു എക്സാമിനേഷൻ ശേഷമാണ് അവർ ബാക്കി സ്കാനിലേക്ക് പോകേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും തന്നെ പോയൊരു സ്കാൻ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, സംശയം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച്. സംശയമില്ലാതെ വരുമ്പോൾ ഈ സ്ക്രീനിങ്ങിലാണ് ഈ മാമോഗ്രാം എന്ന് പറയുന്നത്. അത് ആർക്കും മേ ബി ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. 2 വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 1 വർഷത്തിലൊരിക്കൽ നമ്മളൊരു മാമോഗ്രാം ചെയ്താൽ ചെറിയൊരു തടിപ്പുകൾ നമുക്കറിയാം. അതിലെന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ബയോപ്സിയിലേക്ക് മറ്റും പോകാൻ വേണം. അപ്പോൾ ഒരു ലക്ഷണമുണ്ടെങ്കിൽ ഒരിക്കലും പോയി ടെസ്റ്റ് എടുക്കുന്നതിനേക്കാൾ നല്ലത് ഡോക്ടറെ കണ്ട് പരിശോധിച്ച് അവർ പറയുന്ന പോലെ ഇപ്പോൾ ഒരു 40 വയസ്സിന് താഴേക്കാണ് ചിലപ്പോൾ മാമോഗ്രാം ചെയ്താലും കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ചിലപ്പോൾ വേറെ ചില സ്കാൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ആ ഒരു റിസ്ക് നോക്കിയിട്ട് വേണം ബാക്കി ടെസ്റ്റിങ്ങുകളിലേക്ക് പോകാനായിട്ട്. ഇപ്പോൾ 50 വയസ്സിന് മേളിലെന്ന് പറഞ്ഞാൽ 50 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ തന്നെ ഏതൊരു ഗ്യാപ്പിലായിരിക്കും ഇത് ചെയ്യേണ്ടത്? എത്ര നാളുകൾക്കുള്ളിൽ? ഇപ്പോൾ 1 വർഷമാണോ 2 വർഷമാണോ? എങ്ങനെ അതിൻ്റെ ഗ്യാപ്പ് നിർണ്ണയിക്കും? അപ്പോൾ പലപ്പോഴും പ്രോബ്ലം ഇപ്പോൾ 40-50 താഴെ വന്നു കഴിഞ്ഞാൽ ആ ബ്രസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി വ്യത്യാസമുണ്ട്, രീതി വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ മാമോഗ്രാമിൽ ചിലപ്പോൾ കൃത്യമായിട്ട് അറിയില്ല. അതാണ് നമ്മൾ മാമോഗ്രാം ചെയ്തിട്ട് വലിയ ഉപകാരമില്ലെന്ന് പറയാൻ കാരണം. അപ്പോൾ ആ ഒരു ഏജിൽ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ വളരെയധികം സംശയമുണ്ടെങ്കിൽ ഈവൻ MRI ബ്രസ്റ്റൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് ഈ ക്യാൻസർ ആണോ എന്ന് അറിയാനായിട്ട് അല്ലെങ്കിൽ ഒരു നോക്കേണ്ട കാര്യങ്ങൾ. വർഷത്തിലൊരിക്കൽ ചെയ്യുന്നതാണ് ഐഡിയൽ. പക്ഷേ ഇത് പലപ്പോഴും സംഘടനകൾ എന്ന് പറയുന്ന 2 കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ആദ്യം ചെയ്യുക. എനിക്കാണ് ആ ഒരു വർഷത്തെക്കാളും കൂടുതൽ അത് കൃത്യമായി വീണ്ടും വീണ്ടും ചെയ്യണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഒരു മാമോഗ്രാം 50 ദിവസം ചെയ്തു, പിന്നെ ചെയ്യുന്നേ ഇല്ല, അങ്ങനെ ചെയ്യുന്ന പലരെയും കാണാറുണ്ട്. അതിലർത്ഥമില്ല. ആ കറക്റ്റ് സമയത്ത് ആ ഒരു വ്യക്തമായ കാലയളവ്. അതുകൊണ്ടാണ് ഇയർലി വൺസ് പലപ്പോഴും ഒരു പ്രാക്ടിക്കലായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് 2 കൊല്ലത്തിലെങ്കിലും കൃത്യമായി ചെയ്യാനായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ചെറിയ തടിപ്പുകൾ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അടുത്ത സ്കാനിൽ നോർമലാണെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. അത് നോർമലാണെന്ന് പറഞ്ഞാൽ നമുക്ക് അവഗണിക്കും. അതാണ് ഈ ഒരു കൃത്യമായ കാലയളവിൽ ഇത് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു ഗുണം.
സ്തനാർബുദം ഡയഗ്നോസ് ചെയ്തു എന്ന് വിചാരിക്കുക, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും? അത് ഏതൊക്കെ സ്റ്റേജിൽ എങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുക? അതെ, അപ്പോൾ അതിനേക്ക് മുമ്പ് ഞാൻ മാമോഗ്രാമിനെ കൂടി കുറച്ച് പറയും. കാരണം മാമോഗ്രാം എന്ന് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ മാമോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എക്സ്റേ പോലെ ഇരിക്കും, ബ്രസ്റ്റിൻ്റെ എക്സ്റേ പോലെ ഇരിക്കും. അപ്പോൾ അതിൽ ചില സ്കോറിങ് പറയും, 0 മുതൽ 5 വരെ ചില സ്കോർ പറയാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു സ്കോർ കിട്ടും. പക്ഷേ സ്കോറിൻ്റെ അർത്ഥം നമ്മൾ ക്യാൻസർ ഉണ്ട് എന്നുള്ളതല്ല, അത് പറയുന്നത് എന്തായിരിക്കാം അതിൻ്റെ ഒരു റിസ്ക് എന്ന് മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു മാമോഗ്രാമിൽ 1 or 2 ഒക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി. ഈവൻ 3 ചിലപ്പോൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാറ് മാത്രമേ ഉള്ളൂ. 4ൻ്റെ മുകളിൽ വരുമ്പോഴാണ് നമ്മൾ ബയോപ്സിയിലേക്ക് പോകുന്നത്. ഇത് ആൾക്കാർക്ക് പേടിയുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം മാമോഗ്രാമിന് പോയി ചിലപ്പോൾ ഒന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവില്ല, പെട്ടെന്ന് കാറ്റഗറി 2, അപ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിക്കുന്നത് സ്റ്റേജ് 2 ആയി. അങ്ങനെയല്ല, അതിൻ്റെ ഒരു കാറ്റഗറി പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അത് ഫോളോ അപ്പിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു സ്കോർ കൊടുക്കുന്നത്. അതാണ് മാമോഗ്രാം. പിന്നെ മാമോഗ്രാം കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ മാമോഗ്രാമിൽ ഇപ്പോൾ ഈവൻ 4 ആണ് 5 ആണെങ്കിൽ ക്യാൻസർ ആണെന്ന് ഉറപ്പില്ല. ഉറപ്പിക്കുന്ന എപ്പോഴും ഒരു ബയോപ്സി വഴിയാണ്. ബയോപ്സി എന്ന് പറഞ്ഞാൽ സൂചി വെച്ച് നമ്മളൊരു കുത്തിയെടുത്ത് പരിശോധിക്കണം. അതാണ് ബയോപ്സി എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഒപിയിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ബയോപ്സി കഴിയുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു നീർക്കെട്ട് പോലെ വരാം. അതാണ് ആൾക്കാർക്ക് ചെയ്താൽ കൂടിയോ എന്നുള്ള പേടി. അതൊരു നീർക്കെട്ട് മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ ബയോപ്സി ചെയ്ത് അവിടുന്ന് ഒരു ചെറിയൊരു ഇതെടുത്ത് പരിശോധിച്ചാലാണ് നമുക്കത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നുള്ളൂ. ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഓരോ സ്റ്റേജും എങ്ങനെയായിരിക്കും ഡോക്ടർ? ട്രീറ്റ്മെൻറ്റ് എങ്ങനെ തുടങ്ങണം, എങ്ങനെയാണ്? സ്റ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്റ്റേജ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് എങ്ങോട്ടല്ലേ വ്യാപിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ബ്രസ്റ്റിൽ മാത്രം ഒരു ചെറിയ തടുപ്പാണെങ്കിൽ നമ്മളതിനെ സ്റ്റേജ് 1 എന്ന് പറയും. ഇപ്പോൾ ബ്രസ്റ്റിലും കക്ഷത്തിലും വന്നു കഴിഞ്ഞാൽ 2 or 3 ആകാം. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോയാൽ സ്റ്റേജ് 4 ആയി. അതാണ് എൻ്റെ യൂഷ്വൽ സ്റ്റേജിങ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഏർലി സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് ആദ്യമേ സർജറി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിലൊക്കെ ആണെങ്കിൽ ബ്രസ്റ്റിൻ്റെ ആ ഒരു ഭാഗം മാത്രം നമ്മൾ ബ്രസ്റ്റ് കൺസർവേഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് കുറേ പേർക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ അത് 2 സെൻറ്റിമീറ്ററുള്ള ട്യൂമേഴ്സ് ആണെങ്കിൽ നമുക്ക് ആ കൺസർവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് മുകളിലാകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ആദ്യമേ കീമോ കൊടുക്കണോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നത്. ഐ തിങ്ക് ബേസിക്കലി 3 ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഒന്ന് കീമോതെറാപ്പി, റേഡിയേഷൻ, സർജറി. ഇതെല്ലാം ഓരോ രോഗിയുടെ ട്യൂമർ അനുസരിച്ചിട്ടും പിന്നെ ഒരു ഹോർമോൺ റിസപ്റ്റേഴ്സ് ഉണ്ട്, ER, PR, HER2, ഇതെല്ലാം വെച്ചിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ ഡയഗ്നോസിസും ഒക്കെ പറഞ്ഞ് ഈ രോഗം വരാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? അതായത് പൊതുവേ കേൾക്കുന്ന ഒരു കാര്യമാണ് ജീവിതശൈലിയാണ്, ജീവിതശൈലി പ്രശ്നമാണ് ഈ ക്യാൻസറിലേക്ക് നയിക്കുന്നതെന്നൊക്കെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എടുത്തു പറയാൻ പറ്റുമോ? ഇത് ക്യാൻസറിന് ഒരു കാരണം കൊണ്ടല്ല പലപ്പോഴും ക്യാൻസർ വരുന്നത്. അത് മൾട്ടിപ്പിൾ കാരണമുണ്ട്. ഇപ്പോൾ നമ്മൾ ആക്സിഡൻറ്റിനോടാണ് തന്നെ താരതമ്യം ചെയ്യാറ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ വണ്ടി ഓടിച്ചു, നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, സ്പീഡ് കൂടി, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നാച്ചുറലി അതെല്ലാം ഒരുമിച്ചാണുള്ള ഒരു ആക്സിഡന്റിലേക്ക് എത്തുന്നത് പലപ്പോഴും. അപ്പോൾ അതുപോലെ തന്നെയാണ് ക്യാൻസറും. ഇതെല്ലാം അതിപ്പോൾ നിങ്ങളുടെ ജീവിതശൈലിയിൽ ഇപ്പോൾ നിങ്ങൾ കൃത്യമായ ഒരു വളരെ മോശമായ രീതിയിൽ നിങ്ങൾക്ക് അമിതമായ കൊഴുപ്പുള്ളത് കഴിക്കുന്നു, അതുപോലെ എക്സസൈസ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ നാച്ചുറലി ബോഡിയുടെ ഒരു പ്രതിരോധ ശക്തിയും മറ്റും കുറയും. അപ്പോൾ അതൊരു കാരണമായിരിക്കും. അതുപോലെ പുകവലി, അമിതമായ മദ്യപാനം, ഇതെല്ലാം റിസ്ക് നിങ്ങളുടെ കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇല്ലാതെ ഒരു നോർമൽ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ക്യാൻസറിൻ്റെ റിസ്ക് നല്ലോണം കുറയ്ക്കും. ഒരു 30% ക്യാൻസേഴ്സ് അങ്ങനെ ഒഴിവാക്കാന്നാണ് പറയുന്നത്. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിലാണെങ്കിൽ ജീവിതശൈലി ഒരു കാരണമാണ്. അതുപോലെ ജനിതകമായ കാരണങ്ങൾ, ചിലരുടെ ജനറ്റിക് റീസൺസ് ഉണ്ടാകാം, പിന്നെ പ്രായമാവുന്നതിൻ്റെ ഒരു കാരണമാണ്. അങ്ങനെ മൾട്ടിപ്പിൾ റീസൺസ് ആണ് ഇതിൽ പറയുന്നത്. അമിതവണ്ണം അങ്ങനെയൊക്കെ ജീവിതശൈലി ഡെഫിനറ്റ്ലി ഉണ്ടാവും. കാരണം അമിതമായ വണ്ണം വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഫാറ്റിനെ പറയുന്നത് അതൊരു അവയവമാണെന്നാണ്. അപ്പോൾ ഈ ഫാറ്റി ടിഷ്യൂവിൽ വളരെയധികം കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരീരത്തിന് വീണ്ടും ഈ ക്യാൻസർ കോശങ്ങൾ അതിൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അമിതമായ വണ്ണവും അതിൻ്റെ റിസ്ക് ഫാക്ടറായിട്ട് പല പഠനങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സ്തനാർബുദം എടുക്കുമ്പോൾ പാരമ്പര്യം അതിൽ എത്രത്തോളം ഘടകമാണ്? പാരമ്പര്യം ഇപ്പോൾ ഒരു അമ്മയ്ക്ക് വന്നുകൊണ്ട് മകൾക്ക് വരണ നിർബന്ധമൊന്നുമില്ല. കാരണം ഇതിൽ വരുന്നത് ഒരു ബ്രാക്ക എന്ന് പറയുന്നൊരു ജീനുണ്ട്. ആ ജീൻ ഉള്ള ഒരാളാണെങ്കിലാണ് അവരുടെ മക്കൾക്കുള്ള ചാൻസ് കൂടുന്നത്. അപ്പോൾ അതൊരിക്കലും ഒരു ഫാമിലി ഒരാൾക്ക് വന്നുകൊണ്ട് ബാക്കിയുള്ളവർക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യാറില്ല. ഒരു ഫാമിലി തന്നെ പലർക്ക് വരുന്നു. ഇപ്പോൾ അമ്മയ്ക്കും അമ്മയുടെ ഒരു വ്യക്തിയുടെ അമ്മയുടെയും സഹോദരിമാർക്കും എല്ലാം ഉണ്ട്, അല്ലെങ്കിൽ ഒരാളുടെ സഹോദരിക്ക് അമ്മയ്ക്കും ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തോ ഒരു പാരമ്പര്യമായിട്ടൊരു ജീൻ ആ വഴി പോകുന്നുണ്ടോ നമുക്ക് സംശയം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു ജനറ്റിക് ടെസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്യാറ്. അത് ഈ ഡയറക്റ്റ് നെക്സ്റ്റ് ജനറേഷൻ അങ്ങനെ ഒരാൾക്ക് വന്നുകൊണ്ട് വരുന്നില്ല, മൾട്ടിപ്പിൾ ആൾക്കാർ. ഇപ്പോൾ കുറേ പേർക്ക് ഫസ്റ്റ് ഡിഗ്രി നമ്മൾ പറയും. ഇപ്പം അമ്മയുടെയും ഒരു രോഗിനെ എടുക്കുകയാണെങ്കിൽ രോഗിയുടെ അമ്മയ്ക്കും പെങ്ങന്മാർക്കും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ രോഗിയുടെ പെങ്ങന്മാർക്ക് രോഗിക്കും വന്നു, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി സംശയിക്കുന്നത്. ഇപ്പോൾ ഒരു ബ്രാക്ക ജീൻ എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റാണ്. ഒരു മേ ബി ഒരു 17,000-20,000 രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റാണ്. അപ്പോൾ ഒരു ബ്ലഡിൽ നോക്കിയാൽ ആ ഒരു ജീൻ ഉണ്ടെങ്കിൽ അവർക്ക് ആ റിസ്ക് കൂടുതലായിട്ട് നമ്മൾ പറയും. അതാണ് ഒരു ജനറ്റിക് ആയിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. മേ ബി 5% ബ്രസ്റ്റ് ക്യാൻസേഴ്സിന്റെ കാരണം
ഇങ്ങനെയുള്ള ബ്രാക്ക ജീനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പഴയ കാലഘട്ടം അല്ലെങ്കിൽ ഇപ്പോൾ പ്രായമായവരൊക്കെ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിയൊക്കെ ചെയ്യും. അത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഈ ക്യാൻസറിലേക്ക് നയിക്കാൻ കാരണമാകുന്നുണ്ടോ? ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി നമുക്ക് അറിയാവുന്ന ഒരു സൈഡ് ഇഫക്റ്റ് ആണ്. പിന്നെ ഏത് മരുന്നും ഇപ്പോൾ മറ്റേ പ്രായമായവർ മാത്രമല്ല, ഇപ്പോൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റും കുറേ പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം നമ്മൾ ഹോർമോൺ കുത്തിവയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴെല്ലാം അത് ഈ ബ്രസ്റ്റിലെ കോശങ്ങളെ കൂടുതലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് റിസ്ക് കൂടുതലാണ്. അതെല്ലാവരോടും പറയുന്ന കാര്യം കൂടിയാണ്. ഇപ്പോൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അവരോട് പറയും, കാരണം എന്ത് തടിപ്പ് കണ്ടാലും നിങ്ങൾ നോക്കണം, കാരണം ബാക്കിയുള്ളവരെക്കാളും റിസ്ക് കൂടുതലാണ്. അപ്പോൾ അത് അവർക്കറിയാം. അതുപോലെ തന്നെയാണ് ഹോർമോൺ റീപ്ലേസ്മെന്റിൻ്റെയും കാര്യം. അതിന് കുറേ നല്ല വശങ്ങളുണ്ട്, പക്ഷെ അതിൻ്റെ പ്രശ്നങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ നമ്മൾ ഏതൊരു മരുന്നിന് സൈഡ് ഇഫക്റ്റ് ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഇതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ചെക്കപ്പുകൾ കറക്റ്റായിട്ട് ചെയ്യണം, സംശയം വന്നാൽ നോക്കണം. അത് അല്ലാണ്ട് ഇതെല്ലാം ഒഴിവാക്കണം നമ്മൾ പറയില്ല, കാരണം ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുപോലെ തന്നെ ചിലർക്ക് HRT ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതെല്ലാം ചെയ്യാം, പക്ഷെ അതിൻ്റെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അറിഞ്ഞ് ടെസ്റ്റുകൾ കറക്റ്റായിട്ട് എടുക്കണം എന്ന് മാത്രം. അപ്പോൾ ഇതുമായിട്ട് ചേർത്ത് പറഞ്ഞാൽ, അപ്പോൾ ഈ ബ്രസ്റ്റ് ഫീഡിങ് കൃത്യമായി അതൊക്കെ ചെയ്തിട്ടുള്ള സ്ത്രീകൾക്ക് ഇതിൻ്റെ റിസ്ക് കുറവാണോ? റിസ്ക് ഫാക്ടർ കുറവായിരിക്കും? കുറയുന്നതാണ് പറയുന്നത്. പക്ഷെ അതും ബ്രസ്റ്റ് ഫാക്ടർ അത് ഈ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്ത് കഴിഞ്ഞാലും ആ ഹോർമോൺ ചേഞ്ചസ് കുറയാണ്. അതാണ് എൻ്റെ ബേസിക് കാര്യം. അതുകൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാത്ത ആൾക്കാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് കൂടുന്നത്. കാരണം അവർക്ക് ആ ഒരു ഈ ഹോർമോണിലെ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നേ ഇല്ല. അപ്പോൾ അതും ഒരു റിസ്ക് ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ കുറച്ചാലും പീരീഡ്സ് ഇല്ലാതിരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഹോർമോൺ ചേഞ്ചസ് കുറയും. അപ്പോൾ അതാണ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അതിപ്പോൾ ഇന്നത്തെ സിറ്റുവേഷൻ 1-2 കുട്ടികൾക്ക് വലിയ പ്രസക്തി ഉണ്ടോന്ന് അറിയില്ല. അപ്പോൾ നേരത്തെ ഒരുപാട് കുട്ടികളുടെ ആൾക്കാർക്ക് റിസ്ക് കുറവായിരുന്നു. പക്ഷെ അത് എന്ന് വെച്ചിട്ട് നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറെ കാലമുള്ള ഹോർമോൺ ചേഞ്ചസ് അവർക്ക് വരാത്തതുകൊണ്ട് അവർക്കും മേ ബി അന്നത്തെ കാലത്ത് കുറവാൻ ഒരു കാരണം അതായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഈ പുരുഷന്മാരിൽ സ്തനാർബുദം കണ്ടുവരുന്നുണ്ടോ? അതെങ്ങനെയാ സാധാരണ? എങ്ങനെ? കാരണം സെയിം തന്നെ ഈ നമ്മുടെ ഈ ഹോർമോൺ രണ്ടുപേർക്കും ഉണ്ട്, ആ കോശങ്ങൾ രണ്ടുപേരുടെയും ബോഡിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1% ബ്രസ്റ്റ് ക്യാൻസേഴ്സ് പുരുഷന്മാർക്കാണ് കാണുന്നത്. എല്ലാ ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്, നമ്മളും കാണാറുണ്ട്. ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പലപ്പോഴും ഇത് ആദ്യം അറിയില്ല. കാരണം പുരുഷന്മാർ ഒരിക്കലും ഇതാണ് സംശയിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് ചെക്കപ്പിന് പോകാൻ മടിയായിരിക്കും. അപ്പോൾ അത് വെറുതെ നീർക്കെട്ടാണെന്നൊക്കെ പറഞ്ഞവരിക്കും. പക്ഷെ അത് പെട്ടെന്ന് വലുതാവുന്ന ചിലപ്പോൾ കാണാം. പിന്നെ ചിലപ്പോൾ അത് അവിടെ തന്നെ നല്ലോണം ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരാറുണ്ട്. അപ്പോൾ പലപ്പോഴും പുരുഷന്മാർക്ക് വരുന്നത് അഡ്വാൻസ് സ്റ്റേജിലായിട്ടാണ് നമ്മൾ കാണുന്നുണ്ട്. സ്തനാർബുദത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിന്റെ സർവൈവൽ ചാൻസ് എത്രത്തോളം ഉണ്ട്? സർവൈവൽ അതിന്റെ സ്റ്റേജ് പോലെ ഇരിക്കും. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടുപിടിച്ച ചെറിയ തടിപ്പൊക്കെ ആണെങ്കിൽ നമുക്കൊരു മോർ ദാൻ 90% ആൾക്കാരെയും ക്യൂർ ചെയ്യാൻ പറ്റും. പക്ഷേ സ്റ്റേജ് 2 ആകുമ്പോൾ അത് 70, സ്റ്റേജ് 3 ആകുമ്പോൾ 50, അങ്ങനെ അത് കുറഞ്ഞു വരും. സ്റ്റേജ് 4 നമ്മൾ ഉദ്ദേശിക്കുന്നത് മാറ്റാനല്ല, പക്ഷെ ആളുടെ ഒരു ലൈഫ് സ്പാൻ കൂട്ടുക. അതാണ് അതിൻ്റെ ബുദ്ധിമുട്ട് കുറച്ച് മുമ്പോട്ട് കൊണ്ടുപോകുക. എന്നാൽ ഇന്നും നമുക്ക് ഈ ബോണിൽ മാത്രം സ്പ്രെഡ് ചെയ്തുള്ള ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഉണ്ടാവും. അവരെയൊക്കെ 5 വർഷത്തിന് മുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് ആ സ്റ്റേജ് കൂടുന്നത് പലപ്പോഴും കുറച്ച് ആഴ്ചകളോണ്ടാണ് ചേഞ്ച് വരും. പേഷ്യൻസ് വരുമ്പോൾ പറയും ചെറിയൊരു തടിപ്പായിരുന്നു, പല കാരണങ്ങളും അവർ നീട്ടി വെച്ചു. അപ്പോൾ ഏതാനും ആഴ്ച അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ട് സ്റ്റേജ് 1 ആയിരുന്ന മോളെ ചിലപ്പോൾ 3ലേക്ക് പോകും. അതാണ് ഏർലി ആയിട്ട് വരണം എന്ന് നമ്മൾ പറയാൻ കാരണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ക്യാൻസർ കോശങ്ങൾ പെട്ടെന്ന് വളരുന്നതാണല്ലോ. അപ്പോൾ കുറച്ച് ആഴ്ചകൾ മതി ഈ ഒരു കുഞ്ഞു തടിപ്പുണ്ടായിരുന്നത് കക്ഷത്തിലേക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് പോകാൻ. ബ്രസ്റ്റിൽ പലപ്പോഴും നമുക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് അത്. കാരണം ആൾക്കാർ അറിഞ്ഞിട്ടും മിണ്ടാതിരുന്നു. ഈ പറയാതിരിക്കുന്ന ഒരു പക്ഷേ ട്രീറ്റ്മെന്റിനോടുള്ള പേടിയും ഇതെങ്ങനെ എന്നെ ഫാമിലിനെ ബാധിക്കും, ഇങ്ങനെയുള്ള കുറേ ഒരു തെറ്റിദ്ധാരണകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ആൾക്കാർ വരാത്തത്. ഇതുമായി ബന്ധപ്പെട്ട അവയർനെസ് ഒന്നും അത് മാറ്റുന്നില്ല. അവയർനെസ് ഉണ്ട്, അവയർനെസ് ഇല്ലാത്തതുകൊണ്ടല്ലേ ആൾക്കാർ വരാത്തത്. അതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം മേ ബി കുറച്ച് വർഷം മുമ്പാണെങ്കിൽ ആൾക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ക്യാൻസർ ഉണ്ടെന്നോ ഇത് ഇപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയാം, അറിയാത്ത പ്രശ്നമൊന്നും വരുന്നില്ല. ഇപ്പോൾ ബ്രസ്റ്റിലൊരു തടിപ്പ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് 50 വയസ്സിന് മുകളിലാണെങ്കിൽ ഇത് ക്യാൻസർ ആവാമെന്ന് അറിയുന്നവരാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്തുള്ള കുറേ പേടികളാണ് ആൾക്കാർക്കുള്ളത്. ഇത് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മുടി പോവോ? ഇല്ല. കാരണം ഇപ്പോൾ വളരെ ഏർലി സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് കീമോ തന്നെ കൊടുക്കേണ്ടി വരാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് മുടി പോകേണ്ട ഒരു ആവശ്യമില്ല വളരെ ഏർലി സ്റ്റേജ് വന്നാൽ. പക്ഷെ പലപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് പിന്നെ കുറച്ചുകൂടി ഇൻറ്റൻസീവ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടി വരുന്നത്. പൊതുവെ ആളുകൾക്കൊരു വിമുഖത ഉണ്ടല്ലേ ക്യാൻസറിനേക്കാളും കൂടുതൽ ട്രീറ്റ്മെന്റിനെ പേടിക്കുന്നുണ്ടാണ് അതെനിക്ക് അത് തോന്നുന്നത്. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ ഇനിയൊരു ലൈഫ് ഇല്ല, അല്ലെങ്കിൽ ഞാനാകെ മാറിപ്പോവും, എൻ്റെ ഫാമിലി മുഴുവനും പ്രശ്നമാവും, അങ്ങനെയുള്ള കുറേ എന്തൊക്കെയോ നമുക്ക് അതിനൊരു ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പലപ്പോഴും മാറ്റാവുന്ന കാര്യങ്ങൾ അതിലുള്ളൂ അതിൽ. പക്ഷെ അതിലൊന്നും ഒരു ഓപ്പൺ ഡിസ്കഷൻ പലപ്പോഴും ആൾക്കാർ സമ്മതിക്കാത്തതാണ് ഇതിൽ കാരണം. അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷന് പോയി അറിയാത്താണ് എൻ്റെ പ്രശ്നം.
ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഇതിൻ്റെ ഡെത്ത് റേറ്റ് എത്രത്തോളം വരും? അതൊന്നും നമ്മൾ ആളുകളെ പേടിപ്പിക്കാനല്ല, എങ്കിൽ പോലും ഡെത്ത് റേറ്റിനൊക്കെ പ്രോബ്ലം വെച്ചാൽ നമുക്ക് ഒരാൾക്ക് നമുക്ക് പറയാൻ പറ്റില്ല. പലരും ഈ സ്റ്റേജ് ആണെങ്കിൽ തന്നെയും ഇപ്പോൾ ഈവൻ സ്റ്റേജ് 1 പ്രശ്നങ്ങൾ വരുന്നവരുണ്ട്, സ്റ്റേജ് 3 ഒരു കുഴപ്പമില്ലാത്ത പോകുന്നവരുണ്ട്. അപ്പോൾ അത് ഓരോ പേഷ്യൻ്റ് ഇതനുസരിച്ചിരിക്കും. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് അതൊരു ഒരാൾക്കത് ബാധിക്കുന്നതല്ല, അത് നമ്മളൊരു സൊസൈറ്റിയിലെ ഓവറോൾ നമുക്ക് പറയാമെന്ന് മാത്രം. അല്ലാണ്ട് ഒരാൾ വന്നിട്ട് എന്താണ് എൻ്റെ ചാൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും 50% അങ്ങനെ പറയണം, അതല്ല ഉദ്ദേശിക്കുന്നത്. അതൊരു ഓവറോൾ നമ്മൾ റിസ്ക് പറയുന്നു, അല്ലാണ്ട് ഒരാൾക്ക് നമ്മൾ പറയേണ്ടത് ശരിയല്ല. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഈ സ്ഥാനാർബുദത്തിൻ്റെ കാര്യം എടുത്താൽ കഴിഞ്ഞ കാലത്തിലേക്കാട്ടിൽ കൂടുതലാണോ അതോ കുറവാണോ? അങ്ങനെ ഒരു വലിയൊരു ജമ്പ് ഒന്നും വന്നിട്ടില്ല. കാരണം ക്യാൻസർ ഇപ്പോൾ എല്ലാവരും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ട്യൂമർ രജിസ്ട്രീസ് ഉണ്ട്, എല്ലാ ഹോസ്പിറ്റലിലും ട്യൂമർ രജിസ്ട്രി നമ്മളെല്ലാം സെൻട്രൽ ഇതിലേക്ക് അയക്കണം. അപ്പോൾ അതിലൊന്നും അങ്ങനെ ഒരു ഭയങ്കരമായൊരു കൂടുതലൊന്നും കാണുന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത് യങ് ഏജിലുള്ളത് കാണുന്നുണ്ട്, മേ ബി 30 40 കുറേ ബ്രസ്റ്റ് ക്യാൻസേഴ്സ് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അതിലൊരു സബ് ടൈപ്പ് ഉണ്ട്, ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറയും, കുറച്ചും കൂടി പെട്ടെന്ന് വളരുന്ന ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പും കുറച്ച് കൂടുതലായിട്ട് നമ്മുടെ നമ്മുടെ ആൾക്കാർക്കിടയിൽ കാണുന്നുണ്ട്. അതല്ലാണ്ട് വലിയൊരു നമ്പേഴ്സിലൊരു വലിയൊരു ചാട്ടൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഒരാൾ ട്രീറ്റ് ചെയ്തു, സർവൈവ് ചെയ്തു, ഒരു സർവൈവർ അങ്ങനെയുള്ള ഒരാൾ എത്ര ഗ്യാപ്പിലാണ് ഈ വീണ്ടും സ്ക്രീനിങ്ങും ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റും ഒക്കെ നടത്തേണ്ടത്? ഇപ്പോൾ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാലും നമ്മൾ എല്ലാ വർഷവും അവരോട് മാമോഗ്രാം ചെയ്യാൻ പറയും, 5 വർഷം വരെ. 5 വർഷം കഴിഞ്ഞാൽ പിന്നെ അവർ ഓൺകോളജിയിലേക്ക് വരേണ്ട ആവശ്യം തന്നെയില്ല, ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പോവുക. അപ്പോൾ അവിടെ പോയാലും ഈ 2 കൊല്ലത്തിലൊരിക്കലുള്ള നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം. കാരണം ബ്രസ്റ്റ് ക്യാൻസർ വളരെ അപൂർവമായിട്ട് ഈവൺ 10-20 കഴിഞ്ഞാലും ചിലപ്പോൾ തിരിച്ചു വരുന്ന കാണാറുണ്ട്. അപ്പോൾ ഇത് ലൈഫ് ലോങ് ഫോളോ അപ്പ് ആണ് എല്ലാ പേഷ്യൻസിനും ഉള്ളത്. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ മാറ്റി നിർത്തിയ ക്യാൻസർ പൊതുവെ ഇപ്പം ചെറുപ്പക്കാരിലേക്കും കൂടുതൽ അങ്ങനെ ചില കണക്കുകളൊക്കെ വരുന്നുണ്ടല്ലോ. അത് അവർ ഹൈലൈറ്റഡ് ആവുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ മേ ബി ഒരു 70-75 വയസ്സായാലും ക്യാൻസർ വന്നാൽ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ തന്നെ പോവില്ല. ഒരു തടിപ്പ് വന്നു, ഇപ്പോൾ 6 മാസം കൊണ്ട് പ്രായമായ ആൾ പോയി എന്നൊക്കെയാണ് സാധാരണ പറയുള്ളൂ. പക്ഷേ ചെറുപ്പക്കാരങ്ങനെയല്ലല്ലോ. ചെറുപ്പക്കാർ ഉടനെ ചെറിയൊരു ഇത് വരുമ്പോൾ അവർ പോകുന്നു, കണ്ടുപിടിക്കുന്നു, പിന്നെ അത് കൂടുതൽ പേര് അറിയുകയും ചെയ്യും. ഇപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആ ഓഫീസിൽ ഒരു മേ ബി 1000 പേരുണ്ട്, എല്ലാവർക്കും അറിയാം ആൾക്ക് അസുഖം വന്നു എന്നുള്ള കാര്യം അവർക്ക് അറിയാം. കാരണം കാണുമ്പോൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ന്യൂസ്. പക്ഷേ പ്രായവർക്ക് വരുന്നത് ആ ന്യൂസ് സ്പ്രെഡ് ആവുന്നില്ല, മേ ബി അത്രേ ഉള്ളൂ. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കണക്കുകളൊന്നും അതിനോട് യോജിക്കുന്നില്ല. ചെറുപ്പക്കാരിൽ ഭയങ്കരമായിട്ട് കൂടി, കുട്ടികളിൽ കൂടി, ഇങ്ങനെയൊന്നും എവിടെയും കാരണം കേരളത്തിലെ നമുക്കറിയാം എത്ര ഒരു വർഷം ഏകദേശം 35,000-ഓളം ക്യാൻസർ രോഗികളാണ് കേരളത്തിൽ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഏതൊക്കെ ഹോസ്പിറ്റലിലുള്ള ഏതൊക്കെ ക്യാൻസേഴ്സാണ് കൃത്യമായ കണക്കുകൾ നമുക്ക് കേരളത്തിലുണ്ട്. അതിലൊന്നും അങ്ങനെ ഇല്ല. അതോടൊപ്പം ഈ ഫെസിലിറ്റി കൂടിയതും അതുപോലെ ട്രീറ്റ്മെൻറ്റ് പുതിയ ട്രീറ്റ്മെൻറ്റ്സ് വരുന്നതും ഒക്കെ കുറേ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ക്യൂർ ചെയ്ത കുറേ പേര് നമ്മൾ കാണുന്നുണ്ട്. മുമ്പ് ഇപ്പോൾ 10-15 കൊല്ലം മുമ്പാണെങ്കിൽ ചിലപ്പോൾ ഇവർ പലപ്പോഴും സ്റ്റേജ് 4 ആയി പെട്ടെന്ന് പോവും. ഇപ്പോൾ സ്റ്റേജ് 1 വരുമ്പോൾ കുറേ കാലം അവർ സർവൈവേഴ്സായിട്ട് നമ്മൾ ചുറ്റും ജീവിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടും കൂടിയായിരിക്കും ഈ നമ്പേഴ്സ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെടുന്ന വാർത്തകളും മറ്റും വരുന്നത് ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അതിനൊക്കെ എത്രത്തോളം സ്വാധീനമുണ്ട്? മാധ്യമങ്ങളിൽ എന്തൊക്കെയോ എഴുതുന്നുണ്ട്, രാവിലെ എഴുന്നേറ്റ് നാരങ്ങയും തേനും കുടിക്കണം എന്നുള്ള മുതൽ എന്തൊക്കെയോ അവർ പറയും. അപ്പോൾ നമ്മുടെ പേഷ്യൻസ് വളരെ കൺഫ്യൂസ്ഡ് അതിൻ്റെ ഭാഗമായിട്ട്. അവർക്ക് ആകെ എന്തൊക്കെ ചെയ്യണം, ആൾക്കാർ വന്ന് കുറേ അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്നതാണ്. കാരണം പലരും ഒരു അസുഖം എന്ന് പറയുമ്പോഴത്തേക്കും കുറേ പേര് വീട്ടിൽ വരും, എന്നിട്ട് പറയും ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ആൾക്ക് ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇതെല്ലാം ആർക്കും അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ നമ്മൾ പേഷ്യൻസിനോട് പറയുന്നത് നിങ്ങളുടെ അസുഖം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അസുഖത്തെ പറ്റി അറിഞ്ഞിരിക്കുക. പിന്നെ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എതിർക്കേണ്ട. കാരണം നമുക്ക് എതിർത്തിട്ട് പ്രത്യേകിച്ച് ആരെയും നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കുന്ന ഓരോരുത്തരുടെ നോർമലായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലുണ്ട്, അതനുസരിച്ച് മുമ്പോട്ട് പോവുക. ഇപ്പോൾ ഡെയിലി രാവിലെ 7 മണിക്ക് രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഒരാളുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക. പിന്നെ ഇതിൽ ഭക്ഷണത്തിനൊന്നും വലിയൊരു പ്രസക്തിയൊന്നും വരുന്നില്ല. കാരണം എല്ലാതരം ഭക്ഷണം കഴിക്കുന്നവർക്ക് നമ്മൾ പ്രശ്നം വരുന്നത് കാണാറുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, റെഡ് മീറ്റ് കുറയ്ക്കുക, പിന്നെ പച്ചക്കറികൾ ഹെൽത്തി ആയിട്ട് കഴിക്കുക, അതൊക്കെയാണ് നമ്മൾ പറയുന്നത്. കൃത്യമായ വ്യായാമം ചെയ്യാൻ പറ്റിയ നല്ലത്. പക്ഷേ ഈ ചില സ്പെഷ്യൽ ഫുഡൊക്കെ പറയുന്നുണ്ട്, അതിലും ഒരു പ്രസക്തിയില്ല. കാരണം അങ്ങനെ ഒരു ഫുഡ് കഴിച്ചുകൊണ്ട് ഇത് വരാതിരിക്കാനോ അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിച്ചാൽ മാറിപ്പോകുന്നു ചെയ്യുന്നില്ല. നമ്മുടെ പ്രോബ്ലം അതാണ്. കാരണം കുറേ പേര് ഈ മരുന്നുകളും ഈ ചെടികളെ കഴിച്ച് ഈ സംശയം ഉണ്ടെങ്കിലും ടെസ്റ്റ് ചെയ്യാതെ ചെടികൾ കഴിക്കുന്നവരുണ്ട്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ടെസ്റ്റ് ചെയ്ത് നന്നായിട്ട് പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പച്ചക്കറി കഴിച്ചുകൊണ്ട് എനിക്കും അല്ലെങ്കിൽ ആർക്കും അതിലൊരു എതിർപ്പുണ്ടാവണമെന്ന് തോന്നുന്നില്ല. പക്ഷെ പ്രോബ്ലം വരുന്നത് ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചാൽ സിദ്ധൌഷധമാണ്, ഇതെടുത്തു കഴിഞ്ഞാൽ ഇനി ഒരു ടെസ്റ്റ് വേണ്ട, ഇത് മാറിപ്പോക്കണം, അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾക്കാണ് നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. കൃത്യമായ ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും ഉണ്ടെങ്കിൽ ഭൂരിഭാഗം ക്യാൻസറുകളും ചികിത്സിച്ച് ഭേദമാക്കാവുന്നത് തന്നെയാണല്ലേ? പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ. കാരണം ബ്രസ്റ്റ് ക്യാൻസർ പെട്ടെന്ന് അറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിന് വ്യക്തമായ
സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഒരു സിംറ്റം വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തന്നെ അറിയാൻ പറ്റും. പിന്നെ ഇത് സംശയം ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇപ്പോൾ ഫെസിലിറ്റീസും ഉണ്ട്. ഇപ്പോൾ കേരളത്തിലുടനീളം നോക്കുകയാണെങ്കിൽ ഒരു മേ ബി ഒരു 50ഓളം ഹോസ്പിറ്റലുകളിൽ നമുക്കിപ്പോൾ ഈ ക്യാൻസറിനുള്ള ചികിത്സ ചെയ്യാൻ പറ്റും. അതിന് മുമ്പൊക്കെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ നമുക്കുണ്ട്. ഇവിടെ എല്ലാ അതിനുള്ള ഡോക്ടർമാരും സൗകര്യങ്ങളും നമുക്കുണ്ട്. അപ്പോൾ ഒരു സംശയം വന്ന ഡോക്ടറെ പോയി കാണുക. ഒരു ഓൺകോളജിസ്റ്റ് തന്നെ വേണമെന്നില്ല, ഒരു സർജനെയോ പോയി കാണുക, ടെസ്റ്റുകൾ ചെയ്യുക. എന്നിട്ട് എന്ത് ടൈപ്പാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്. ഇത് ഒരാളുടെ തീരുമാനമല്ല. മെഡിക്കൽ, സർജിക്കൽ, റേഡിയേഷൻ, ഓൺകോളജിസ്റ്റുകൾ, പത്തോളജിസ്റ്റ്, ഇവരെല്ലാം അടങ്ങുന്ന ഒരു ടീം ഓഫ് ഡോക്ടേഴ്സാണ് ഇതിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അവരുടെ ഇതനുസരിച്ചിട്ട് വ്യക്തമായിട്ട് മുമ്പോട്ട് പോവുക. അപ്പോൾ എനിക്ക് വേണം ആൾക്കാരുടെ അവയർനെസ് കൂടുന്നത്, അവയർനെസ് അബൌട്ട് ദി ഡിസീസ്, അസുഖത്തെ പറ്റിയുള്ള ആൾക്കാരെ അറിയണം. അതാണ് മെയിൻ കാര്യം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുറേ ധൈര്യം വരും. അങ്ങനെ മുമ്പോട്ട് കൊണ്ടാണ് നമുക്ക് ഇതിനൊരു സക്സസ്സിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഡോക്ടറെ, ക്യാൻസർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു അസുഖം എന്നതിലപ്പുറം കുറച്ച് വൈകാരികതയും കൂടെ കടന്നു വരുന്ന ഒരു സംഭവമാണ്. പെട്ടെന്ന് ആളുകൾക്ക് ഭയമില്ലെങ്കിൽ ഒരു 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 നിസ്സഹായത ഇതൊക്കെ തോന്നും. അത്തരത്തിലുള്ളവരൊക്കെ ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ ഏതെങ്കിലും ഓർഗനൈസേഷൻസോ അങ്ങനെയില്ലെങ്കിൽ ഏതെങ്കിലും സപ്പോർട്ട് സിസ്റ്റമൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ നമ്മുടെ കേരളത്തിൽ? ഒട്ടുമിക്ക ഇപ്പോൾ ക്യാൻസർ ആശുപത്രികൾ അങ്ങനെയുണ്ട്. ഇപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരാണ് ചെയ്യുന്നത്. കാരണം സൈക്യാട്രിസ്റ്റിന് പലപ്പോഴും ആവശ്യമില്ല. കാരണം ഇത് ഡയഗ്നോസ് വരുമ്പോൾ പല സ്റ്റേജ് ഉണ്ട്. നമ്മളൊരു ആദ്യം നമ്മളത് ഇല്ല എന്ന് പറയും, പിന്നെ അങ്ങനെ ഒരു 4-5 സ്റ്റേജിൽ കൂടെ നമ്മൾ പോകും. അതാണ് ഒരു നോർമൽ. ഏതൊരു പ്രശ്നം വരുമ്പോഴും മനുഷ്യൻ അങ്ങനെയാണ് പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ അവരെ സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൗൺസിൽ, ഇപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് പറ്റില്ല, അല്ലെങ്കിൽ ഒരു ഓൺകോളജിസ്റ്റിന് ചിലപ്പോൾ അതിനുള്ള ഒരു സമയമോ സാഹചര്യമോ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവർക്ക് സമയം കൊടുത്ത് അവരോട് ഇതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്യും. പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ കുറച്ച് കാലത്തേക്ക് എന്തെങ്കിലും ചെറിയ ഒരു ഡിപ്രഷനിലെ ഗുളികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്രേ അതിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മാനസികമായ സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാർ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. ഇല്ലെങ്കിൽ ഈ ക്യാൻസർ സൊസൈറ്റികളുണ്ട്. കാരണം അവിടെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ സർവൈവേഴ്സ് ഉണ്ടാവും. കാരണം ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു വന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കും ആ രോഗിനെ അതിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇവരെയും പലപ്പോഴും നമ്മൾ തന്നെ അവരുടെ നമ്പർ കൊടുക്കും. കാരണം ഇവരെ വിളിച്ച് സംസാരിക്കുക, അപ്പോൾ അവർ നിങ്ങൾക്ക് പറഞ്ഞുതരും. അത് ആൾക്കാർക്ക് പലപ്പോഴും ഹെൽപ്ഫുൾ ആവാറുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ പോസിറ്റീവ് വശങ്ങളാണല്ലോ അതല്ല. അപ്പോൾ ഈ സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഉണ്ട് ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസറിനൊക്കെ ആണെങ്കിൽ. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഗ്രൂപ്പുകൾ അവർക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഗ്രൂപ്പുകളുണ്ടാവും. അപ്പോൾ അതിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറേയൊക്കെ നല്ല ഗ്രൂപ്പുകളാണ്. കാരണം കൃത്യമായി അവർക്കൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് കൊടുക്കാൻ പറ്റും. അനുഭവങ്ങളെല്ലാം കേൾക്കുമ്പോൾ പിന്നെ അവരൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് അങ്ങനെ പോവുകയാണ്. കാരണം പലപ്പോഴും അവർക്ക് ബാക്കിയുള്ളവർക്ക് ഇടപെടാൻ പറ്റുന്നില്ല. ക്യാൻസർ എന്ന് പറയുമ്പോൾ പലപ്പോഴും സമൂഹത്തിൽ അവരെത്രത്തോളം, കാരണം ഈ മുടി പോയി, അങ്ങനെ പല പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവാം. പക്ഷേ ഈ കമ്മ്യൂണിറ്റിയിൽ പോകുമ്പോൾ ദേ ആർ ഓൾസോ ഒരു ഇൻവോൾവ് ആയിട്ട് പോകുന്ന ആൾക്കാരെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാതിരിക്കുക എന്നല്ല, അതിൽ നിന്ന് അപകട സാധ്യത കുറയ്ക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സാധാരണ പ്രത്യേകിച്ച് ക്യാൻസർ വന്ന ആൾക്കാരാണെങ്കിൽ കൂടിയും അവർ വീണ്ടും അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് ബോഡിക്ക് തന്നെ കുറേ കൂടി നന്നായിട്ട് ആ ട്രീറ്റ്മെന്റിനോട് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ പ്രതികരണം നല്ലതായിരിക്കും. അവർ കൃത്യസമയത്ത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട. അപ്പോൾ ഐ തിങ്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇതിൻ്റെ ഒരു ബേസിക് കാര്യമാണ്. ഇപ്പോൾ ലൈഫിൽ ഇപ്പോൾ ക്യാൻസർ വരാതിരിക്കാനും ട്രീറ്റ്മെന്റ് സമയത്തും ഈവൺ യോഗ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതല്ല. ഇപ്പോൾ പഠനങ്ങളെല്ലാം തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചെയ്യുന്ന ആൾക്കാരുടെ ട്രീറ്റ്മെന്റിനോട് പ്രതികരണം നല്ലതായിരിക്കും. അവരുടെ ലോങ് ടേം ആയിട്ടും അതിലുള്ള ഗുണങ്ങൾ ഉണ്ടാവുന്ന കാഴ്ചയുണ്ട്. അപ്പോൾ അതൊരു വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ്. കൃത്യമായ വ്യായാമം ചെയ്യുക, അതിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കൃത്യമായ വ്യായാമം, ഭക്ഷണത്തിൽ കൃത്യമായി നിൽക്കുക, പിന്നെ വളരെയധികം വെയിറ്റ്, അപ്പോൾ ചിലർ തൂക്കം പെട്ടെന്ന് ഒരു ഡയറ്റ് നടത്തി കുറയ്ക്കും. അത് ശരിയല്ല. ഒരു കൃത്യമായ ഒരാൾ, ചിലരുടെ വെയിറ്റ് നോർമൽ 70 കിലോ ആയിരിക്കും, അത് തന്നെ തുടർന്നാൽ മതി. ചിലരുടെ നോർമൽ 40 ആയിരിക്കും. അപ്പോൾ അതിൽ വലിയ ചേഞ്ച് ഇല്ലാതെ ഒരാളൊരു 25-30 വയസ്സാകുമ്പോൾ ഏത് വെയിറ്റ് വരുന്നു ആ ഒരു വെയിറ്റിൽ തന്നെ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക. അതൊക്കെയാണ് ഒരു വെയിറ്റിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ചും ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ കൃത്യസമയത്ത് ചെക്കപ്പുകളും സ്ക്രീനിങ്ങും ചെയ്യുക. സംശയം വന്നാൽ ഡോക്ടറെ കണ്ട് ബാക്കി ടെസ്റ്റുകൾ നോക്കുക. അതൊക്കെയാണ് ഓവറോൾ ഹെൽപ്പ് ചെയ്യുന്നത്. എന്തായാലും വളരെ ഇൻഫോർമേറ്റീവായ ഒരു സെഷൻ ആയിരുന്നു. താങ്ക് യു.